ഹലോ. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ അഴീക്ക് ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നു നാട്ടിൽ പോയപ്പം. അതിന്റെ ഒരു വീഡിയോ ആണ്. പെട്ടെന്ന് എടുത്ത ഒരു തീരുമാനമായിരുന്നു ഈ ബീച്ചിൽ പോകാം എന്നുള്ള. കസിൻ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം പെട്ടെന്ന് സമയമൊന്നും കിട്ടിയില്ലായിരുന്നു. നമ്മൾ ചെന്നപ്പോഴത്തേന് ഏകദേശം സൺസെറ്റ് ഒക്കെ തീരാറായായിരുന്നു. അങ്ങനെ നമ്മൾ വണ്ടി ഒരിടത്ത് പാർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്തു വിചാരിച്ചു സൺസെറ്റ് കണ്ടിട്ട് ഇനി അങ്ങോട്ട് നടന്നു പോകാന്ന് വെച്ചു. കുറച്ച് ദൂരമേ ഉള്ളൂ നടക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ അവിടെ നിന്ന് സൺസെറ്റ് ഒക്കെ കണ്ട് നല്ല മഴക്കോളം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഏകദേശം സൺസെറ്റ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. ഇപ്പൊ തന്നെ ഞങ്ങൾ വിചാരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി കടലിലോട്ട് താഴെയാണ്. പക്ഷെ ആ മേഘത്തിന്റെ ഇടയിൽ കൂടെ താഴോട്ട് പോകുന്നതിന്റെ ഹാഫ് ആയിട്ട് ഇപ്പൊ മൂണിനെ കാണാനൊക്കും. പിന്നെ അവിടെ ഇന്ന് സൺസെറ്റ് ഒക്കെ കണ്ട് ഈ ഫോട്ടോയിലല്ല വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടി നല്ല ഭംഗിയുണ്ടായിരുന്നു അന്നേരം അവിടെ നിൽക്കാനായിട്ട്. പക്ഷെ സൺസെറ്റ് ആയാൽ പോലും കുറച്ച് വെട്ടേ ഉണ്ടായിരുന്നു നമുക്ക് അവിടെ നിൽക്കാനും ഒക്കെ. സൺസെറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എടുത്ത വീഡിയോസ് ആണ് ഇതെല്ലാം. വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പതുക്കെ അവിടുന്ന് തന്നെ പതുക്കെ നടന്ന് ബീച്ചിലോട്ട് പോയി. ആ മേഘത്തെ കണ്ടപ്പം നമുക്ക് നേരിട്ട് കാണാൻ ഒരു സ്കള്ള് പോലെ ഉണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു വീഡിയോ എടുത്തത്. ഇപ്പൊ എഡിറ്റ് ചെയ്തപ്പോഴാണ് എന്തോ പോലെ തോന്നുന്നത്. പക്ഷെ ഞായറാഴ്ചയായിരുന്നു ഞങ്ങൾ പോയത്. പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞായറാഴ്ച നല്ല തിരക്കാണ്. നമുക്കൊന്നും അത്രയും ആൾക്കാരോ കാര്യങ്ങളോ ഒന്നും ഇപ്പൊ ഇല്ല. പിന്നെ എല്ലാരും അവിടെ ചെയ്ത് പട്ടവും കാര്യങ്ങളൊക്കെ പറത്തുന്നതും പിന്നെ ഒട്ടകത്തിന്റെ പുറത്ത് നടക്കുന്നവരുണ്ട് കുറച്ച് പേര്. അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് നടക്കുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് ബീച്ചിന്റെ സൈഡിൽ പോയി എന്തെങ്കിലും കഴിക്കാന്ന് പറഞ്ഞ് അങ്ങോട്ട് നീങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ്. കടകളെല്ലാം ഉണ്ടെങ്കിലും ആൾക്കാരില്ലാത്തോണ്ടൊരു രസമില്ല അങ്ങോട്ട് കാണാനായിട്ടൊക്കെ. പിന്നെ നമ്മള് കുറെ ഉപ്പിലിട്ട മാങ്ങ വാങ്ങിച്ചു. മാങ്ങ ഇത് കണ്ണിമാങ്ങ ആയിരുന്നു. ചേച്ചി 50 രൂപയായിരുന്നു തോന്നുന്നു. 5 എണ്ണം തന്നായിരുന്നു. പക്ഷെ ഒരാഴ്ചയും കൂടി ഇരിക്കുവായിരുന്നുണ്ടെങ്കിൽ നല്ലതായിരുന്നു. ഇത് ഇട്ടതേ ഉള്ളൂ എന്നുവെച്ചാ എരിവും ഉപ്പും ഒന്നും നല്ല രീതിയിൽ അതിനകത്തോട്ട് പിടിച്ചിട്ടില്ല. എങ്കിലും കൊള്ളാം. കുറെ നാളിന് ശേഷമാണ് കണ്ണിമാങ്ങ ഉപ്പിലിട്ടത് കഴിച്ചത്. കൊള്ളായിരുന്നു, ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ഒരാഴ്ച കൂടി ഇരിക്കായിരുന്നു. പിന്നെ നമ്മൾ പൈനാപ്പിൾ ഉപ്പിലിട്ടത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പൈനാപ്പിളും വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് മാങ്ങയെക്കാട്ടും ഇഷ്ടപ്പെട്ടത് പൈനാപ്പിൾ ആണ്. അല്ലെങ്കിലും പൈനാപ്പിൾ നല്ലതല്ലേ. ആ മധുരവും പിന്നെ കുറച്ച് ഉപ്പും പുളിയൊക്കെ പിടിച്ചു വരുമ്പോഴത്തേന് എന്തായിരുന്നാലും നല്ല ടേസ്റ്റ് തന്നെ കാണുമല്ലോ. പിന്നെ അതും കഴിച്ചു. പിന്നെ അവിടെ നിന്ന് ചേച്ചി ഇരുന്ന് കുറച്ച് ഈ ഉപ്പിലിട്ടതിന്റെ വെള്ളവും കൂടെ വാങ്ങി കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നെല്ലിക്ക ഉപ്പിലിട്ടു. നെല്ലിക്ക പിന്നെ നമുക്ക് വേണമെന്നില്ലായിരുന്നു. പിന്നെ മാങ്ങയും ചെറുതായിട്ട് കീറി ഉപ്പിലിട്ടു. പിന്നെ എന്തൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാനൊരു മുളക് ബജ്ജി വാങ്ങിച്ചു. നമ്മളെല്ലാവരും എനിക്ക് എവിടെ ചെന്നാലും കോഫിയും മുഖ്യ ആയതുകൊണ്ട് ഞാനൊരു കോഫിയും പിന്നെ അനിയനൊരു ടീയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് കോളിഫ്ലവർ വറുത്തതും വാങ്ങിച്ചു. പിന്നെ പാനിപ്പൂരി ഉണ്ടായിരുന്നു. പാനിപ്പൂരി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബാംഗ്ലൂരിലല്ല നല്ലത് കേട്ടോ. എനിക്ക് അതത്ര ടേസ്റ്റ് തോന്നിയില്ല. പിന്നെ ഇവിടുത്തെ ഈ കടല ഞാൻ സ്ഥിരം വാങ്ങുന്നതായിരുന്നു, എന്തോ തോന്നിയില്ല.